മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രതിനിധിയായ ശ്രീ മുരുകൻ കാതിക്കുളത്ത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരുകൻ കാതിക്കുളത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അല്ലെങ്കിൽ പരിഹാരമാകണം എന്നുള്ളതാണ് ആവശ്യം ഇതിനൊപ്പം തന്നെയാണ് എല്ലാവരും നിലകൊള്ളുകയും ചെയ്യുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ പാർലമെൻറ്റിൽ ലോകസഭയിലും രാജ്യസഭയിലുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് ഭേദഗതി ബിൽ പാസ്സായതോടുകൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഞങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന നിരാഹാര സമരത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സർക്കാരിനെതിരെ ഉള്ളൊരു സമരമായിട്ട് മാത്രമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളതെങ്കിൽ അതിൽ തെറ്റ് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് സർക്കാരിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനമധ്യത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുവരിക. ഏതായാലും ഞങ്ങളുടെ ശ്രമം പാഴായില്ല. ഇത് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്ക് ഉയരുകയും ചെയ്തു. പക്ഷെ അതൊന്നുമല്ല വിഷയം. ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നെ ഇതിനെടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി കിടക്കുകയാണ്. അതേസമയം തന്നെ 1989-90 കാലഘട്ടത്തിൽ ഞങ്ങൾ കൃത്യമായ പണമടച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങി യഥാസമയത്തിൽ കരമടച്ച് പോയിട്ടുള്ള ഭൂമിയാണ് എന്നുള്ളത് ഇതിനു മുമ്പ് ഇത്തിരി ചർച്ചകളിലൂടെ നാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഏവർക്കും അറിയാവുന്നതുമാണ്. ഇവിടെ കേട്ട ചർച്ചകളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് രാഷ്ട്രീയക്കാർ തമ്മിൽ അത് അവരുടെ എന്താ പറയുക രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പോലെ മുനമ്പം ജനതയെ ആ രീതിയിലാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിനെതിരല്ല. ഞങ്ങൾ ആദ്യമേ തുടങ്ങി പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയത്തിനും എതിരല്ല. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് 3 കൊല്ലക്കാലം മുമ്പ് ആരംഭിച്ച ഈ പ്രശ്നത്തിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഈ പള്ളിമുറ്റത്ത് 6 മാസത്തോളമായിട്ടുണ്ട് ഈ നിരാഹാരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഈ സമരം നിർത്തിവെക്കാനായിട്ട് സർക്കാരും മറ്റു ഇതര ആളുകളും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞത്, നമ്മളുടെ പ്രശ്നം പരിഹരിക്കുന്ന ആ നിമിഷം നമുക്ക് എപ്പോഴാണോ നമ്മളുടെ ഈ കാലം അത്രയും ലഭ്യമായിരുന്ന റവന്യൂ അവകാശങ്ങൾ അത് തിരികെ കിട്ടുന്ന ആ നിമിഷം നമ്മൾ ആ നിരാഹാര സമരം അവസാനിപ്പിക്കും. അതായത് പൂർണ്ണമായി നിങ്ങളിൽ നിക്ഷിപ്തമാകുന്നത് വരെയാണ് സമരം തുടരുക. അതായത് വഖഫ് നിയമം ആയതുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും അത് തുടരുക തന്നെ ചെയ്യും. തയ്യാറല്ല, തീർച്ചയായിട്ടും അത് തുടരും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയോ ആർക്കും എതിരായിട്ടല്ല ഇത്. അതാണ് ഇത് കാണേണ്ടത്. ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മുസ്ലിം സമുദായത്തോടുള്ള എതിർപ്പുമല്ല. അതൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഇതിലിപ്പോ അങ്ങ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മുനമ്പം വിഷയം ഏറ്റവും തീവ്രമായി ചർച്ച ചെയ്ത് പോകുന്ന ഒരു സമയമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, പാലക്കാട് ഇലക്ഷൻ സമയത്തൊക്കെ ആ മേഖലയിൽ അല്ലാതിരുന്നിട്ട് പോലും ഏറ്റവും വിപുലമായ ചർച്ച ഇതിലുണ്ടായതാണ്. ഇനി അവിടെ ബാക്കിയുള്ളത് രാഷ്ട്രീയമാണ്. അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും, ഇത് നേരത്തെ അഡ്വക്കേറ്റ് ഷിബു മീരാൻ പറഞ്ഞതുപോലെ ഇതൊരു നെരിപ്പോട് പോലെ നീറി കൊണ്ടുപോകാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള രാഷ്ട്രീയ താല്പര്യം അവിടെ പണിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മുനമ്പത്തിന്റെ മറുപടി? അല്ല, തീർച്ചയായിട്ടും ഈ സമരം അതിൻ്റെ തനതായ ശൈലിയിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്ത രൂപവും ഭാവവും ഒക്കെ വന്നുകൂടും. കാരണം ഒരു കാര്യം തിരിച്ചറിയുക, ജനങ്ങൾ അക്ഷമരാണ്. ഞങ്ങളെപ്പോലെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ സംയമനം പാലിച്ച് അവരെ ശാന്തരാക്കി ഈ സമരത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ 6 മാസക്കാലവും ഒരു വിഷയവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ പള്ളി അങ്കണത്തിൽ ഞങ്ങൾ ആരംഭിച്ച നിരാഹാരം വളരെ നിശബ്ദമായ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ വിഷയം. അവിടെ മതവർഗീയത ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെന്ന നിലയിൽ അവിടെ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു വീക്ഷണം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് ആർക്കും ഇതിലുള്ള വെല്ലുവിളിയല്ല. ഇവിടെ ഒരു മതവർഗീയതയും ഉടലെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ 610 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം 1989-90 കാലം മുതൽ അവിടെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ആളുകളാണെന്നറിയണം.
അവരൊന്നും കുടിയേറ്റക്കാരല്ല. അത് കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രയാസം. ഞങ്ങളെല്ലാം കൃത്യമായ നിയമാനുസൃതമായ കാര്യങ്ങളൊക്കെ പാലിച്ച് തന്നെ പോന്നിട്ടുള്ളവരാണ്. ഏതെങ്കിലും തരത്തിൽ ആ നിയമങ്ങളെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ. അപ്പോൾ വഖഫ് നിയമത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഭേദഗതി ഞങ്ങളെ സഹായിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് സ്വാഗതം ചെയ്യും. ശരി, ഓക്കെ. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. ശരി, അങ്ങേക്ക് സമയപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വളരെയധികം നന്ദി ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്.